ഒരുപാട് ടൺ കണക്കിന് ഭാരമുയർത്തുന്ന വ്യക്തിയല്ല ഏറ്റവും വലിയ ശക്തവാൻ. പിന്നെയോ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ ക്ഷമിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ ശക്തവാനും ബുദ്ധിമാനും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് എടുത്തു ചാടി മുൻപിൻ ചിന്തിക്കാതെ പലതും പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാനൊന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ എത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ജയിലിൽ അകപ്പെടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ കുടുക്കിൽ അകപ്പെടില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ടാകാം. പക്ഷേ ക്ഷമിക്കേണ്ട സമയത്ത് നമ്മൾ ക്ഷമിക്കാതെ പിന്നീട് നമ്മളിരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും നമ്മെ ആരെങ്കിലും പ്രകോപിപ്പിക്കുന്ന സമയങ്ങളിലും ഒക്കെ നമ്മൾ ക്ഷമയോടുകൂടി അതിനെ നേരിട്ടാൽ നമുക്കാണ് ശരിക്കും യഥാർത്ഥത്തിൽ വിജയം വരിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ക്ഷമയില്ലാതെ നമ്മൾ അത് എടുത്തുചാടി പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പലതും നമുക്ക് നഷ്ടമായി പോകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒരു കൂട്ടുകാരനെ പോലെ കൂടെ കൂട്ടണം. അസ്വബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പകുതിയാണ്. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു എന്നാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ക്ഷമ അനിവാര്യമാണ്. എല്ലാവർക്കും നല്ല ക്ഷമയുള്ളവരായി ജീവിക്കുവാൻ സാധിക്കട്ടെ.